എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ തേർഡ് പാർട്ടി ആരാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഇതൊരു കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് ക്രോസ് റോഡാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ ക്രോസ് ചെയ്യുന്ന ഒരു ശക്തി നിങ്ങൾക്ക് തൊട്ട് മുമ്പിലായിട്ടുണ്ട്. നിങ്ങളത് കാണേണ്ടതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെയും നിങ്ങൾ പറഞ്ഞ ഇഷ്ടത്തെയും നിങ്ങൾ പറഞ്ഞ സ്വപ്നങ്ങളെയും കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിനെ തുരങ്കം വെക്കാനായിട്ട് ഒരു വ്യക്തിയോ ചില വ്യക്തികളോ ശ്രമിക്കുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുടെ പ്രവർത്തനം എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള ചില പരിപാടികളാണ് അവർ നടത്താൻ ശ്രമിക്കുന്നത്. അവർ നിങ്ങളുടെ വഴികളിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ക്രോസ് റോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമാന്തരമായിട്ട് മറ്റൊരു ലക്ഷ്യം ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞ്, നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ച്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ് അതിന് ഏത് നിലയിലും തടസ്സം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം നിങ്ങൾ വിജയിക്കരുത് എന്നുള്ളതാണ്. ആ തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ കിട്ടിയേക്കാം. അതായത് നിങ്ങളെ നോക്കിയാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങളെ ക്രോസ് ചെയ്ത് തടസ്സം ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അതാ എങ്ങനെയോ അറിഞ്ഞ്, ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ പോകുന്ന അതേ സമയത്ത് ക്രോസ് നിൽക്കുക, അല്ലെങ്കിൽ ക്രോസ്സായിട്ട് പോവുക. സമയവ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ അവർ അത് കണക്ക് കൂട്ടി ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരോടും, എത്ര അടുത്ത ആളുകളാണെങ്കിലും അവരോട് കാര്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കുക. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആരോടും തുറന്നു പറയാതെ മുന്നോട്ട് പോവുക. തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. എലികളാണ്. എലി എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നവരും, എന്നാൽ നിങ്ങൾ ശത്രുവല്ല എന്ന് ഇതുവരെ കണക്ക് കൂട്ടിയ ചില ആളുകൾ, അവർ നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തുരങ്കം വെക്കാൻ വരും. അതൊരു വ്യക്തിയാകാം, വ്യക്തികളാകാം. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എലിക്കൊരു മലയെ പോലും തുരന്നു മാറ്റാൻ കഴിയും എന്ന് പറയുന്നത് പോലെ തന്നെ, നാം എത്ര ദുർബലരാണ്, അല്ലെങ്കിൽ നമ്മളെ മറിച്ചിടാനോ നമ്മളെ ഉപദ്രവിക്കാനുള്ള ശക്തി അവർക്കില്ല എന്ന് ബോധ്യപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങളെ തകർത്ത് എറിയാനും നിങ്ങൾക്കെതിരെ പ്രതിസന്ധി സൃഷ്ടിക്കാനും അവരുണ്ടാകും. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. രഹസ്യമായിട്ടാണ്. കാരണം എലികൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുള്ളിടത്തല്ല. നാം ഇല്ലാത്ത തക്കം നോക്കി, നാം ഇല്ലാത്ത സമയം നോക്കി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വസ്തുവകകളിലൊക്കെ കേട് വരുത്തുന്ന ഒരു സ്വഭാവമാണ് എലിക്കുള്ളത്. എലികളുടെ സഞ്ചാരം പരമാവധി രാത്രികളിലാണ്, അല്ലെങ്കിൽ ജനവാസമില്ലാത്ത ഓപ്പൺ സ്പേസുകളിലല്ല. അത് മറഞ്ഞിരുന്നു കൊണ്ടാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷ്മമായി ജീവിക്കേണ്ടതാണ്. കാരണം നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ട്, അതുകൊണ്ട് അവർക്ക് ഗുണം കിട്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാക്കി നിങ്ങളെ തടസ്സം വരുത്തുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുക. അത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. അതുകൊണ്ട് ആരോടും തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക. ജാഗരൂകമായി നിൽക്കുക ജീവിതത്തിൽ എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. അടുത്ത കാർഡിലേക്ക് പോകാം. ഹാർട്ടാണ്, ഹൃദയമാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിലും, നിങ്ങളുടെ ഹൃദയത്തിലൊരു കളങ്കവും ഇല്ലെങ്കിലും, നിങ്ങളെ പരാജയപ്പെടുത്താൻ പോന്നു നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിലെ നന്മയെ എടുത്തുകൊണ്ടാണ് അവർ നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് പല പ്രതിസന്ധികളും ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളോട് സ്നേഹം നടിച്ചുകൊണ്ടാണ് ആ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയുടെ പിന്തുണക്കുന്ന ആളുകൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ വരുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വരുന്നത്. അല്ലാതെ നിങ്ങളോട് എതിർത്തുകൊണ്ടല്ല. അവരുടെ ലക്ഷ്യവും അവരുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടായിരിക്കാം. അപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും അയ്യോ പാവത്തം പറഞ്ഞാലും നിങ്ങളതിനെ നോക്കിക്കണ്ട് മാത്രം പ്രതികരിക്കുക.
എന്ത് തരത്തിലുള്ള സ്വാധീനങ്ങളുമായും അവർ വരാം. നിങ്ങളുടെ ഹൃദയത്തെയാണ് അവർ ഒരുപക്ഷെ ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഹൃദയത്തെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തലും ഹൃദയത്തെ സ്വാധീനിക്കലാണ്. നിങ്ങളുടെ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ തരത്തിലുള്ള അപായങ്ങൾ ഞങ്ങൾ പെടുത്തും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്താം, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാം, നിങ്ങളുടെ അടുത്ത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരാം, കിംവദന്തികൾ പരത്താം, വ്യാജമായ ചില കാര്യങ്ങൾ പരത്താം. അതുകൂടാതെ നിങ്ങളോട് ചില കാര്യങ്ങൾ വന്നുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയെ സ്വാധീനിച്ചും ചെയ്യാം. അവരവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. നിങ്ങളോട് പ്രണയം പോലുള്ള കാര്യങ്ങൾ വന്ന് പറയാം. യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ നശിപ്പിക്കാനോ നിങ്ങളെ തകർക്കാനോ ആയിട്ടായിരിക്കും വരുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയാകണമെന്നില്ല. പലതരത്തിൽ നിങ്ങളോട് സഹതാപം, കാരുണ്യം പല രീതിയിലും പറഞ്ഞു വരാൻ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കാം. അതിലൊന്നും വീഴാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തടയാൻ കഴിയും. പിന്നെ നിങ്ങളോട് ഏറ്റവും നന്നായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റി കരുതിയിരിക്കുക. അതാണ് ഇന്നത്തെ പറയാനുള്ളത്. ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.